എല്ലാവർക്കും ചിത്ര വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അവൻ്റെ ഡാഡി പുറത്ത് പോകാൻ പോകുന്നു കേട്ടോ. അതുകൊണ്ടുള്ള സോപ്പിടലാണ്. ഇനി ഒന്ന് പുറത്ത് പോയി മുള്ളിയൊക്കെ വന്നിട്ട് കയറും. അത് കഴിഞ്ഞ് അവന് ഊണൊക്കെ കൊടുക്കണം, ഫുഡൊക്കെ റെഡിയായിട്ടിരിപ്പുണ്ട്. ഡാഡിയെ സോപ്പിടുന്നതാണ് കാണുന്നത് കേട്ടോ. ഒരാളിങ്ങനെ റെഡിയായിട്ടിരിക്കുന്ന കേട്ടോ, അച്ഛയുടെ കൂടെ പുറത്ത് പോകാൻ, ഡാഡിയുടെ കൂടെ പുറത്ത് പോകാൻ. എന്നിട്ട് വേണം പുറത്ത് പോകുമ്പോൾ ഒന്ന് കെട്ടിയിട്ട് വേണം അവന് ഊണൊക്കെ ശരിയായിട്ടിരിക്കുന്ന ഫുഡൊക്കെ കൊടുക്കാൻ. പിന്നെ മെഡിസിൻ കൊടുക്കണം. ഡാഡി എണീറ്റപ്പോൾ ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് അടക്കുന്ന ഒരു കൊണ്ടാക്കൽ. ഡാഡി ഇപ്പം തന്നെ വരും കേട്ടോ, 1 മണിക്കൂറിനുള്ളിൽ തന്നെ വരും. എന്നാലും അവന് ആ ഡ്രസ്സ് ചെയ്യുമ്പോൾ കൊണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ട്, അവന് സ്വഭാവമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കുന്ന അച്ഛ എവിടെ പോകുന്നു, ഡാഡി എവിടെ പോകുന്നു, എന്താണ്. പുള്ളി ഇങ്ങനെ അച്ഛനെയൊക്കെ വിട്ടു കേട്ടോ. വിട്ടിട്ട് ഇവിടെ കയറി ഇരിക്കുന്നതാണ് കേട്ടോ. റോഡിലേക്ക് പോയില്ല, പുറത്തേക്ക് പോയില്ല. ഗേറ്റ് തുറന്ന് ഭയങ്കര ചൂടായത് കാരണം ഇവിടെ ഇരുന്ന് വിട്ടിട്ടാണ് ഈ ഇരിക്കുന്നത്. കണ്ടല്ലോ ഗൈസ്, കണ്ടോ? അങ്ങോട്ടും കണ്ടോ? ഇങ്ങനെ വാതിക്കയിൽ നോക്കി ഇരിക്കുന്നതാണ് അച്ഛൻ പോയത്. അച്ഛൻ 1 മണിക്കൂറിൻ്റെ ഒരു MPD ഓഫീസിൽ പോയതാട്ടോ. ഇന്ന് ശരിക്കുള്ള ഓഫീസിൽ പോയില്ല. അപ്പോൾ ഗൈസ്, ഡാഡിയൊക്കെ വിട്ടു ഊണൊക്കെ കൊടുത്ത് ഊണൊക്കെ കൊടുത്തു. വന്ന് കളിക്കുന്ന കേട്ടോ. ഊണ് കൊടുത്തൊന്ന് തുടച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടി വന്ന് ബെഡിൽ കയറി ഇങ്ങനെ കളിയാട്ടോ. ഇതിവൻ്റെ സ്വഭാവമാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ കൽക്കട്ടയിൽ. അടുത്ത ആഴ്ച 44-45 ഡിഗ്രിയോളം വരുന്നു ബംഗ്ലാ ന്യൂസിലൊക്കെ പറഞ്ഞു. ഒരാഴ്ച അങ്ങനെ തന്നെ കണ്ടിന്യൂ നിൽക്കുന്നും പറയുന്നു. അപ്പോൾ ഇനി നോക്കണ്ട. ഇങ്ങനെയും ഇവിടെ ഭയങ്കര ചൂടാണ് എപ്പോഴും. 40 ഡിഗ്രിയും 98 ഡിഗ്രി ഹ്യൂമിഡിറ്റിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനന്ന് പൗഡർ ഇടാനൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതേ നിന്നായിരുന്നു കൊച്ച്, പൗഡറൊക്കെ ഇടാൻ നിന്നായിരുന്നു, സുന്ദരനാവാൻ നിന്നായിരുന്നു മോൻ. അപ്പോൾ മെഡിസിൻസൊക്കെ കൊടുത്തു കേട്ടോ. കൈയൊക്കെ പുറത്ത് വരുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ല. കിടന്നൊക്കെ തരുന്ന എനിക്ക് കഷത്തിൻ്റെ ഇടയിൽ പൗഡറൊക്കെ ഇടാനാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ വേണം പൗഡറൊക്കെ ഇടാൻ. അത് കേട്ടോ. ഇടട്ടെ മോത്തിടട്ടെ. സുന്ദരനാവണ്ടേ പൊന്നു സുന്ദരനല്ലേ, പൗഡർ ഇടട്ടെ മമ്മ. സുന്ദരനാണ് ഗൈസ്, സുന്ദരനാണ് ഫ്രണ്ട്സ് എൻ്റെ മകൻ. അപ്പോൾ ഇത് ഇവിടെയൊക്കെ വട്ടമൊക്കെ കുറഞ്ഞ് അവിടെയൊക്കെ മുടി വരാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ വട്ടം ചെറുത് 1 മാസത്തെ മെഡിസിൻ പറഞ്ഞിട്ടുണ്ട്. 20 ദിവസം ആകുമ്പോഴത്തേക്കും ഒന്ന് കുറയും കേട്ടോ. കുറഞ്ഞൊക്കെ വരുന്നുണ്ട്. അത് ഇവിടെയൊക്കെ മുടിയൊക്കെ വരുന്നുണ്ട് സൈഡിലായിട്ട്. ഇനി ആ വട്ടം ഇങ്ങനെ കുറഞ്ഞ് വരും. ഇത് പെട്ടെന്ന് വന്ന് പിടിക്കും കേട്ടോ. പക്ഷേ ഇത് പോകാൻ ഭയങ്കര താമസമാണ് കേട്ടോ. ഇതുവരെ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷനൊക്കെ നമ്മൾ ഇത്രയും നല്ലതായിട്ട് നോക്കിയിട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നു. അത് അപ്പോൾ ഇത് കണ്ടല്ലോ ഗൈസ്, കിടക്കുന്നതിൻ്റെ മോൻ പാവമായിട്ട് കിടക്കുന്ന ശുദ്ധൻ മാമയുടെ മോൻ ശുദ്ധൻ ഇത് കണ്ടല്ലോ കിടക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വന്നാൽ നേരെ ഈ ബെഡ്ഷീറ്റ് കയറിയിട്ട് ഒരു ബെഡ്ഷീറ്റൊക്കെ ചുളുക്കി കൂട്ടി 1 മണിക്കൂർ കിടക്കൂല കേട്ടോ. ബെഡ്ഷീറ്റൊന്നും ചുളുക്കി കൂട്ടലാണ്. അതെ, തടവാനാണ് കണ്ടോ വന്ന് കിടക്കുന്നവന് തടവി കൊടുക്കണം. അതിനാണ് ഇപ്പുറത്തേക്ക് ചരിഞ്ഞ് കിടന്നത്. കണ്ടല്ലോ. കണ്ടു മാമ. ഊതി കൊടുക്കാനൊക്കെയാണ് കേട്ടോ കയ്യിൽ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണെന്നറിയാം. ഇവിടെ അതിനേക്കാൾ പൊരിഞ്ഞ് ചൂടായിട്ടുണ്ട്. പിന്നെ ചൂട് സ്ഥലമാണ്, പറയണ്ട. തണുപ്പ് വന്നാൽ 3 മാസം നല്ല തണുപ്പ്, ചൂട് വന്നാൽ 6-7 മാസവും കൽക്കട്ടയിൽ നല്ല ചൂടാണ്. പിന്നെ 1 മാസമായിട്ട് മഴ ഇടയ്ക്കിടയ്ക്കൊന്ന് പെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്താൽ കൽക്കട്ട മൊത്തം വെള്ളമാണ്. അതെങ്ങനെയാണ്
അപ്പോൾ ഇത് ഇങ്ങനെ മോൻ കളിക്കുന്നു. അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നില്ലെങ്കിൽ എനിക്ക് തൃപ്തിയില്ല കേട്ടോ. ഇവനെ കാണിക്കണ്ടേ? ഇത് കണ്ടോ കാണിക്കുന്നത്? ഇത് കണ്ടല്ലോ, കളിക്കുന്ന കളി കണ്ടോ? ഇത് കണ്ടോ? കണ്ടോ? ആ ഈ എല്ല് കണ്ടോ വായുടെ അകത്താക്കി. ഇന്ന് ഭയങ്കര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, തന്നെ വന്നു കേട്ടോ കഴിക്കാൻ. ഞാൻ രാവിലെ 2-3 റൊട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇവന് വിശപ്പുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ അവൻ തന്നെ വന്നു കേട്ടോ. ഡാഡിയെ വിട്ടിട്ട് ഇത് കണ്ടോ, ക്യാരറ്റിന് വേണ്ടിയുള്ള പിടിയാണ്. ഡാഡിയെ വിട്ടിട്ട് പതുക്കെ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ഞാൻ കെട്ടിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഇവൻ ഓടിക്കളയും. കുറച്ച് ചോറ് വായി കൊടുക്കുമ്പോൾ തന്നെ ഓടിക്കളയും. അതുകൊണ്ട് കെട്ടിയിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഭയങ്കര നീട്ടി കെട്ടും കേട്ടോ. എന്നിട്ട് ഒന്ന് വായിലേക്ക് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫുൾ മരുന്നും മെഡിസിനും ഒക്കെ കൊടുത്ത് അവനെ തുടച്ചൊക്കെ നേരാവണ്ണം എടുത്ത് വിടാം. അല്ല പകുതി തുടക്കുമ്പോൾ തന്നെ ഓടിക്കളയും മുകളിലേക്കൊക്കെ. അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെയാണ് മോൻ്റെ പരിപാടി. അപ്പോൾ ഡാഡിയുടെ ഓഫീസ് ഒത്തിരി ദൂരം പോകണം കേട്ടോ. അപ്പോൾ ഇന്ന് ഭയങ്കര ഹോട്ട് ഡേ ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ആ ഓഫീസിലേക്ക് പോയില്ല. MBD ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാനാണ്. ഇപ്പം തന്നെ വരും 2 മണിക്ക്. അപ്പോൾ പഴയതുപോലെ നമ്മുടെ പയ്യൻ ഇതുവരെയും വന്നിട്ടില്ല, പണിക്കാരൻ പയ്യൻ. ഇനി 1-ാം തീയതി കഴിഞ്ഞ് നോക്കിയാൽ മതി അവനെ. ഏതായാലും ഈ മാസത്തെ പൈസയൊക്കെ മേടിക്കാൻ വരും. 1-ാം തീയതി കഴിഞ്ഞ് നോക്കിയാൽ മതി. എന്നെ ശ്രദ്ധിക്കുന്ന കേട്ടോ. ദീപക്ക് വന്നിട്ടില്ല. ദീപക്ക് എന്നൊക്കെ പറഞ്ഞ് പണിക്കാരൻ പയ്യെന്നൊക്കെ പറഞ്ഞ് ഇവനെ എല്ലാ ഭാഷയും അറിയാം കേട്ടോ. ബംഗാളി അറിയാം, ഹിന്ദി അറിയാം, നല്ല ഏത് ഭാഷ അവൻ്റെ അടുത്ത് നടക്കത്തില്ല. അപ്പോൾ ദീപക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല പണിയാണ് കേട്ടോ. ഞാൻ ദീപക്ക് എന്ന് പറയുന്ന അവൻ കേൾക്കാനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ 1-ാം തീയതിയൊക്കെ കഴിഞ്ഞ് ഇനി അവനെ നോക്കിയാൽ മതി. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുറ്റടിപ്പ്, അടി, തൊട, വിളക്ക് കത്തിക്കൽ, അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ളത്, ലഞ്ച്, മോൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ ഉച്ചയ്ക്കൊന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം ചായക്ക് എന്തെങ്കിലും കടി, മോളുള്ളതുകൊണ്ട് അത് ഉണ്ടാക്കണം കേട്ടോ. പിന്നെ വൈകുന്നേരം പിന്നെ സന്ധ്യ അടിക്കൽ, പിന്നെ സന്ധ്യക്കുള്ള വിളക്ക് കത്തിക്കൽ, പിന്നെ വൈകുന്നേരത്തെ റൊട്ടി കറി, ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരു മെഗാ സീരിയൽ പോലെ. ഞാൻ ഒറ്റയ്ക്കല്ലേ, എനിക്ക് വേറെ ആരും ഇല്ലല്ലോ ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ. മോളെന്ന് പറഞ്ഞാൽ മോൾക്കിപ്പോൾ ഓഫീസിൽ ഇത്തിരി ചൂട് കൂടുതലായതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഇരുന്നായിരുന്നു. പിന്നെ 1-ാം തീയതി തൊട്ട് അവൾ ഔട്ട് ഓഫ് കൽക്കട്ടയൊക്കെ ആയിരിക്കും മീറ്റിങ്ങിനും കാര്യങ്ങൾക്ക് വേണ്ടി. പിന്നെ ആ 1 മാസം അത് തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം അവൾ ഓൾ ടൈം ലാപ്ടോപ്പിൻ്റെ അടുത്ത് തന്നെയാണ്, മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കാരണം നമ്മൾ തന്നെ ഒറ്റയ്ക്കെല്ലാം ചെയ്യണം. പിന്നെ എന്ത് എൻ്റെ മോനെ എണീറ്റിരിക്കുന്നത് കണ്ടോ? സുന്ദരനല്ലേ ഫ്രണ്ട്സ്? എൻ്റെ മോൻ സുന്ദരനല്ലേ ഫ്രണ്ട്സ്? സുന്ദരനാണ് എൻ്റെ മോൻ, സുന്ദരനാണെന്ന് എല്ലാവരും പറയുന്നു. എൻ്റെ മോൻ സുന്ദരനാണ്, നല്ല കുട്ടിയാണ്, ഗുഡ് ബോയ് ആണ്. ദീപക് എന്തി പൊന്നു? ദീപക് അയ്യോ, ദീപക് എന്ന് പറഞ്ഞപ്പോൾ നോക്കുന്നുണ്ട്. ദീപക് എവിടെ? ദീപക്കിന് സുഖമില്ല, പാവം. ദീപക് ഈ എല്ലാ വീട്ടിലും ജോലി എടുക്കുന്നതല്ലേ ചൂടത്ത്, പാവം. അപ്പോൾ ഗൈസ് അവൻ ഇതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നോളും, ഇനി ഉറങ്ങിക്കോളും. അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരാം. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. പുതിയതായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അത് ഇങ്ങനെയൊക്കെ കളിച്ചുകൊണ്ട് ഇവിടെ കിടന്നോളും കേട്ടോ. ഇതൊക്കെ എന്തോന്നാ ഇത് വായിലാക്കി ഇത് വായൊക്കെ ഇങ്ങനെ ഒന്നും കൂടെ തുറന്നൊക്കെ പോവും. കളിഞ്ഞൊക്കെ ഇങ്ങനെ കളിച്ച് കിടന്നോളും കേട്ടോ. ഇത് കണ്ടോ, ഭയങ്കര കളിയാണ്. എന്തൊക്കെ കാണിക്കുന്നു ആ എല്ല് കണ്ടോ കാണിക്കുന്നത്. ഇല്ലാളി വീരനോ, ഇല്ലാളി കുസൃതിക്കുട്ടൻ. എടുക്കുന്നില്ല മമ്മി. പേടിക്കണ്ട, ഇവിടെ ഇട്ടേക്കാം. വല്ല സാധനങ്ങളൊന്നും തരൂല കേട്ടോ മമ്മിയാണെങ്കിലും.
അത് കൊടഞ്ഞ് എടുത്ത് ഓ എന്തൊക്കെ കാണിക്കുന്നേ കുസൃതി കുട്ടൻ കണ്ടോ കണ്ടോ അത് ഉരുട്ടി കളിക്കുന്നു. അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ ഇനി പോട്ടെ കിച്ചണിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. കിച്ചൺ ഒരു കറിയൊക്കെ വെക്കണം. ബാക്കിയുള്ള കറികളൊക്കെ ആയി. സ്റ്റൗവൊക്കെ തുടയ്ക്കണം, അടുക്കളയൊക്കെ തുടയ്ക്കണം. ഒക്കെ എല്ലാം കഴിഞ്ഞു കേട്ടോ. രാവിലെ തന്നെ അടിയും തുടയും കുളിയും വിളക്കത്തിക്കലൊക്കെ അടിച്ച് തുടച്ചിരുന്നാലേ നമുക്ക് വിളക്കത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ നന്ദി അറിയിക്കുന്നു കേട്ടോ. എൻ്റെ മോനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം നാളെ ഞാൻ. അതുവരേക്കും ബൈ.